ഈ ക്യാമ്പിൻ്റെ പേര് തന്നെ ദ ബ്രോക്കൺ എന്ന് പറയുന്ന ഒരു പേരാണ് ഞങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ഇവിടെ വളരെ രസകരമായിട്ടൊരു രീതിയിലാണ് ഈ ക്യാമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ഞങ്ങളുടെ സന്യസ്തരായിട്ടുള്ള വൈദികരാണ്. ഇത് അതിൻ്റെ കാരണം തന്നെ ഞങ്ങളുടെ സെൻറ്റിനറി MCBS സഭയുടെ സെൻറ്റിനറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പ് എന്ന് പറയുന്ന കലാസംഘടനയാണ്. ആ കലാകൂട്ടായ്മ സമാന ചിന്താഗതികളുള്ള കലാകാരന്മാരുടെ, അതിൽ കൂടുതലും പേര് സന്യസ്തരായിട്ടുള്ള വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ പേര് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അത് വളരെ പ്രചോദനാത്മകമായ രീതിയിൽ അവരുടെ സാന്നിധ്യം ഈ ക്യാമ്പിനെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഒപ്പം ആദ്യമായിട്ട് വരയ്ക്കുന്ന വൈദികരായിട്ടുള്ള സന്യാസരായിട്ടുള്ള MCBSലെ കലാകാരൻ, അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. അത് സഭയിലെ ഈ ഒരു കൂട്ടായ്മ ഒന്നിച്ച് ചേരുകയും അതിൽ പങ്കെടുത്തുകൊണ്ട് വരയ്ക്കുന്നതിലൂടെ ദ ബ്രോക്കൺ എന്ന് പറയുന്നത്, അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയുടെ ആശയം തന്നെ ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ. അപ്പം മുറിക്കപ്പെടുകയും അവനോടുകൂടി ആയിരിക്കാനും പങ്കുവയ്ക്കപ്പെടാനുമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു സഭ, ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാനം തന്നെ. ആ ഒരു അടിസ്ഥാനത്തെ ആശയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പിനും ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അതിന് വളരെ രസകരമായ രീതിയിലാണ്, വളരെ സന്തോഷകരമായ രീതിയിൽ ഈ 2 ദിവസം കടന്നുപോയി. ഇതിന് നമുക്ക് ആതിഥേയത്വം ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളുടെ MCBS സഭയുടെ ജനറലേറ്റാണ്. ആലുവയിലെ ചുണങ്ങുമേരിയിലുള്ള MCBS ജനറലേറ്റിൽ വെച്ച് 2 ദിവസം നടത്തപ്പെടുന്ന ഈ ഒരു ക്യാമ്പ് വളരെ രസകരമായിട്ട് ഇന്ന് 27-ാം തീയതി ഇന്ന് അവസാനിക്കുകയാണ്. അപ്പം വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓരോ കലാകാരന്മാരും അവരുടെ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നിറങ്ങളുടെ വിന്യാസ രീതികളും ചിത്ര ശൈലികളുമൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കലാകൂട്ടായ്മയുടെ എക്സ്പീരിയൻസ് ഉള്ള കലാകാരന്മാരുടെ സാന്നിധ്യം വളരെ സന്തോഷകരമായിട്ട് ഇത് പൂർത്തിയാക്കാൻ സഹായിച്ചു എന്നുള്ളത് ഇതൊരു ആരംഭം മാത്രമാണ്. ഞങ്ങളുടെ ഒരു സെൻറ്റിനറിയുടെ ആഘോഷത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്. ഇതിൻ്റെ വരും നാളുകളിൽ ഒരുപക്ഷെ പുറത്തുനിന്നുള്ള നല്ല വലിയ കലാകാരന്മാരെക്കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ MCBS സഭയുടെ വൈദികരായിട്ടുള്ള കലാകാരന്മാരും അല്ലെങ്കിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൂടെയുണ്ട്. അത് പിന്നീട് വരുന്ന ആളുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നടത്തപ്പെട്ട ഈ 2 ദിവസത്തെ ക്യാമ്പ് വളരെ വിജയകരമായിട്ട് പൂർത്തിയാകുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടും അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. MCBS സഭയിലെ വൈദികരും അതേപോലെ കാർപ്പ് എന്ന സന്യാസ കൂട്ടായ്മയിലെ കലാകാരന്മാരും സംയുക്തമായിട്ട് പങ്കെടുത്ത ഈ ക്യാമ്പിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പുതിയ പുതിയ ദർശനങ്ങളും ആശയങ്ങളുമൊക്കെ വർണ്ണങ്ങളുടെ രൂപത്തിൽ വിരിയിച്ചെടുക്കുവാനായിട്ട് ഈ കലാകാരന്മാർക്ക് സാധിച്ചു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ്. ഇതിന് നേതൃത്വം വഹിച്ചത് കാർപ്പിൻ്റെ ഈ വർഷത്തെ കോർഡിനേറ്ററായ MCBS സഭാംഗം തന്നെയായ ബഹുമാനപ്പെട്ട സാബു മണ്ണടയച്ചനാണ്. അച്ഛന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ കലാകൂട്ടായ്മയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വൈദികർക്കും സിസ്റ്റേഴ്സിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. കാർപ്പ് കമ്പനി ഓഫ് ആർട്ടിസ്റ്റ് ഫോർ റേഡിയൻസ് ഓഫ് പീസ് എന്ന് അറിയപ്പെടുന്നു. അത് ഏതാനും കലാസുഹൃത്തുക്കളുടെ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. കലയിലൂടെ സമാധാനം പ്രസരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള ഒരു കൂട്ടായ്മയാണ്. ഈ ആർട്ടിസ്റ്റുമാർ സന്യസ്തരും പുരോഹിതരും ഒക്കെ അടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആർട്ട് ക്യാമ്പുകൾ, കുട്ടികൾക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ ഒക്കെ നടത്തുന്നുണ്ട്. പല രീതിയിൽ പല ദേശങ്ങളിൽ ഇതിൻ്റെ അംഗങ്ങളുണ്ട്. അതിൻ്റെ ഈ വർഷത്തെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഈ MCBS ജനറേറ്റ് വെച്ച് ബ്രോക്കൺ എന്ന ടൈറ്റിലിൽ നടക്കുന്ന ഈ ക്യാമ്പ്. ബ്രോക്കൺ എന്ന MCBS സഭയുടെ സെൻറ്റിനറിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട മോട്ടോ ആണല്ലോ.
ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ വിത്ത് ഹിം എന്നുള്ള ഒരു ആശയം. അത് ഇന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് യേശുവിൻ്റെ ജീവിതത്തെ നമ്മൾ കാണുകയും അത് ഒരു ഹീലിംഗ് പ്രോസസ്സായിട്ട് എങ്ങനെ മാറ്റണം എന്നുള്ളത് യേശു സ്വയം വിഭജിച്ചതുപോലെ സത്യത്തിൽ ഈ കലയുടെ ഒരു പ്രോസസ്സും അത്തരത്തിലാണ്. നിരന്തരമായിട്ട് പ്രതീകങ്ങളിലൂടെയും ആവിഷ്കാരങ്ങളിലുമൊക്കെ ഈ ഒരു ആത്മീയമായിട്ടുള്ള തലത്തിലൊരു ബ്രോക്കൺനെസ് നടക്കുന്നുണ്ട്. അത് ഒരു മെൻഡിങ് ഒരു പ്രോസസ്സായിട്ട്, അതായത് സമാധാനത്തിന് വേണ്ടി, വിഭജനങ്ങൾക്ക് ഒക്കെ, വേർതിരിവുകൾക്കൊക്കെ ഒരു ഹാർമണി അല്ലെങ്കിൽ സമാധാനം എന്നുള്ള ഒരു ആശയത്തെ മുൻനിർത്തിയുള്ള ചില പ്രോസസ്സുകളാണത്. അത്തരത്തിലുള്ള ഒരു ക്യാമ്പിൻ്റെ ഒരു 2 ദിവസത്തെ ക്യാമ്പാണ് കൂട്ടായ്മയിൽ. ഏകദേശം ഒരു 10-17 ആർട്ടിസ്റ്റുമാർ MCBS സഭയിൽ നിന്നുൾപ്പെടെ കാർപ്പംഗങ്ങളുൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്.